ഇതിപ്പോൾ ഒരു CPM നേതാവായിരുന്നെങ്കിൽ CPM പൊതുസമൂഹത്തെയും ഒക്കെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ട് എന്ന് പഠിപ്പിക്കാനും നീളത്തിൽ ഒപ്പിട്ടിട്ട് രേഖകൾ പുറത്തിറക്കാനുമായിട്ട് ഒരുപാട് സാംസ്കാരിക നായകർ വന്നേനെ. കോൺഗ്രസ് നേതാവായതുകൊണ്ട് അങ്ങനെ ആളുകൾ പഠിപ്പിക്കാൻ വരില്ല. അത് നിങ്ങൾ സ്വയം പഠിക്കണം. കോൺഗ്രസിന് സ്വയം ഒരു പഠിപ്പുണ്ടാവണം. ഞങ്ങളിതിൽ വേണ്ട നിലപാടെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ജനങ്ങളുടെ ധാർമ്മിക ബോധത്തിൽ നിന്ന് വലിയ തിരിച്ചടി ഏൽക്കും എന്നിവർ സ്വയം മനസ്സിലാക്കണം. ഒരാളും നിങ്ങൾ ഒപ്പിടാൻ വരില്ല. ഒരു സാംസ്കാരിക നായകനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. CPM ആണെങ്കിൽ വന്നേനെ, പക്ഷേ ഇവിടെ വരില്ല. പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നിങ്ങളെ ജനം പണിഷ് ചെയ്യും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടെ പറയാം. അതായത് വാർത്ത എന്തുകൊണ്ട് കൊടുത്തു? വാർത്ത കൊടുക്കും. ഇത്തരം വാർത്തകൾ വന്നാൽ യാതൊരു സംശയമില്ലാതെ വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതാണ് അതിനകത്തൊരു കാര്യമുണ്ട്. ഇതിൽ ഏറ്റവും വ്യാപകമായി ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രചാരണം നടന്ന ഒരു ഘടകം ഇത് വ്യാജമാണ്. ഇതെല്ലാം വ്യാജമാണ്. ഈ വ്യാജം എന്നുള്ള പരിപാടി വ്യാജന്മാർക്കേ പറ്റൂ. നമ്മൾ അത് ചെയ്യുന്നില്ല. അതായത് വ്യാജമാണ് ഇത്തരം ആരോപണങ്ങൾ. ഈ ശബ്ദം വ്യാജമാണ് എന്ന്. വ്യാജമാണെങ്കിൽ അത് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ വ്യാജമാണെന്ന് ആരോപണമുള്ള ആളുകൾ പോയി പരാതിപ്പെടട്ടെ. പിന്നെ ഈ ശബ്ദം അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവും. ഇത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ആണോ എന്ന് സമ്മതിച്ചു തരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അത് വിശദീകരിക്കാനുള്ള സാധ്യതയോ ഞാൻ കാണുന്നില്ല. അപ്പോൾ അത് കോടതിയിൽ രാഹുൽ ഈ വ്യാജമാണോ എന്ന് രാഹുൽ ആവശ്യപ്പെടട്ടെ. അപ്പോൾ അതിനുശേഷം നമുക്ക്. പക്ഷേ വ്യാജമാണ് എന്ന് പറഞ്ഞാലും അതെ, വ്യാജം എന്താണെന്ന് അറിയാവുന്നവർ അങ്ങനെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യാജം എന്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ഇത് ആവശ്യപ്പെടുകയുമില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് ഇയാൾക്ക് എന്ന് തോന്നലുണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണിത്. അയാളുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവർ കരുത്താണ് എന്ന് ചില ആളുകളെങ്കിലും കുറച്ച് ആളുകളെങ്കിലും കരുതുന്നത്. പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മൾ നോക്കൂ, നമ്മുടെ വാർത്തയുടെ കീഴിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെയുള്ള തെരുവിളിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഇയാളെ സ്വമേധയാ പിന്തുണച്ചിരുന്ന ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടല്ലോ, ഇയാൾ തന്നെ ആവശ്യപ്പെട്ടതാണ് ഈ ഗർഭധാരണം. ഇയാൾ തന്നെ ആവശ്യപ്പെടുന്നു ഗർഭധാരണം, ഇയാൾ തന്നെ ഗർഭചിത്രം ആവശ്യപ്പെടുന്നു, എന്നിട്ട് തെറി വിളിക്കുന്നു എന്നത് കണ്ടത് ഇയാളെ പിന്തുണച്ചിരുന്ന ആളുകളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മനുഷ്യരോടുള്ള മനുഷ്യത്വത്തിലുള്ള ചെറിയ വിശ്വാസം കൊണ്ടുകൂടെയാണ്. വല്ലാതെ കാര്യങ്ങൾ ഇത്രമാത്രം വഷളാണെന്ന് തിരിച്ചറിയുമ്പോൾ കുറേയേറെ മനുഷ്യർ പിൻവാങ്ങുമല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഈ അത്ര വലിയ കമൻറ്റ് തെറിവിളികൾ ഇല്ലാത്ത. ഞാൻ നോക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കൊടുത്തപ്പോൾ ലക്ഷ്മിപത്മ ഇവരെല്ലാവരും കൂടെ തെറി വിളിക്കും. എന്നെ ഹർഷനെ പേര് വെച്ചിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ സാധാരണ ഇതിൽ തെറി വിളിക്കാറുണ്ട്. ഇത്തവണ 1 2 ടാഗ് മാത്രമാണ് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം അതിൽ ഒരു കാരണം, അതായത് അമ്പരന്നു പിന്നെ അമ്പരന്നു. ഇത് തീർത്ത് എല്ലാം റീലൊക്കെ എടുത്ത് വെടിപ്പായിട്ട് നല്ല കുട്ടപ്പനായിട്ട് എല്ലാ ഓരോ ഷർട്ട് ചെയ്ത് വിട്ടിട്ട് ഇങ്ങനെ ഈ സിനിമാ നടിമാരെയൊക്കെ കൂട്ടിയിട്ട് റീലെടുത്ത് ഈ പ്രതിച്ഛായ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് വന്നത് എന്നതുകൊണ്ട് പെട്ടെന്ന് ഈ സംഘം 25 ആൾ 2500 ആളായിട്ട് ഇരുന്നിട്ട് ഈ കമൻറ്റ് എഴുതി ഇടുന്ന ആളുകൾ ഒരല്പം ഒന്ന് നിർജ്ജീവമായി പോയതായാലും മതി. ഈ ഷോക്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ നമ്മളെ തിരിച്ച് തെറിവിളിച്ച് തുടങ്ങിയേക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ അന്തരീക്ഷത്തിൽ ആളുകൾക്ക് ഇപ്പോൾ തന്നെ നോക്കൂ, ഒരൊറ്റ ചാനൽ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും ഈ വാർത്ത കൊടുത്തു. നേരത്തെ കഴിഞ്ഞുപോയ ഒരു വാർത്ത എന്ന മട്ടിലേക്ക് ഇയാൾ തന്നെ പാകപ്പെടുത്തിയെടുത്ത് കോൺഗ്രസ് ഇയാളെ അങ്ങനെ കൊണ്ടുവന്ന് വി കെ ശ്രീകണ്ഠനൊക്കെ ഇയാളെന്തോ മിശികയായിട്ട് അവതരിപ്പിച്ച് ഇയാളില്ലെങ്കിൽ പാലക്കാട് പണി നടക്കില്ല എന്ന് വി കെ ശ്രീകണ്ഠനെ പോലുള്ള ആളൊക്കെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വാർത്ത രണ്ടാമത് വന്നാൽ മറ്റു മാധ്യമങ്ങൾ വേണ്ട, ഞങ്ങൾ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ അത് മതിയായിരുന്നു. പക്ഷേ ഒരൊറ്റ ചാനൽ ഒഴികെ ബാക്കി എല്ലാവരും എടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ് അതിനകത്തുള്ളത്. ഒന്ന് ആലോചിച്ചു ഹർഷ, ഇതിൻ്റെ വാർത്തയെല്ലാം മാറ്റി വെക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ, ആ വാർത്തയെല്ലാം മാറ്റിയിട്ട് ആ പെൺകുട്ടി എന്തുമാത്രം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയതെന്ന് ആലോചിച്ചു. ആ ശബ്ദം കേൾക്കുമ്പോൾ ഇതിലല്പം ശബ്ദം നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ആളിൻ്റെ സ്വാഭാവിക ശബ്ദം ആ മനുഷ്യരെ ഈ ഇരയെ തിരിച്ചറിയരുത് എന്നുകൊണ്ട് മാറ്റിയിട്ട് പോലും അതിനകത്തുള്ള ഹൃദയവേദന ആ വ്യഥ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അപ്പോൾ എന്നിട്ട് പോലും അത് കേട്ടിട്ട് പോലും ഇയാളെ പിന്തുണക്കാൻ ഇനിയും കോൺഗ്രസ്സുകാർക്ക് പറ്റുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇയാൾ പറയുകയാണ്, ഹർഷൻ നേരത്തെ പറഞ്ഞു, എൻ്റെ നിരപരാധിത്വം കോടതിയാണ് വെളിപ്പെടുത്തുന്നത്. കോടതിയെ എന്ത് ബോധ്യപ്പെടുത്താണ്? കോടതി ഇതിലെന്താ കക്ഷിയായിരിക്കുന്നത്? ജനങ്ങളുടെ കോടതിയിലാണ് ഞാൻ മറുപടി പറയേണ്ടതെന്ന് കെ കരുണാകരൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ. ഇയാളിപ്പോൾ ആവശ്യം വന്നപ്പോൾ പരാതി പോലും ഇല്ലാതെ നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാതെ പരാതി വരില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് RDX, അയാൾ പരാതി വരില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഹർഷ. അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നേരത്തെ ഹർഷൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് 25,000 ആളുകളായിട്ട് നിന്നിട്ട് മുഴുവൻ ആളുകളെയും തെറിവിളിക്കുമ്പോൾ ആളുകൾ പരാതിയായിട്ട് വരില്ല. അപ്പോൾ ഈ രാഷ്ട്രീയമായ കോടതിയിൽ, മനസാക്ഷിയുടെ കോടതിയിൽ, ജനങ്ങളുടെ കോടതിയിൽ ഇതൊക്കെ ശരിയാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുകള. അയാൾ ഈ നമ്മൾ വിചാരിക്കുന്ന ചർച്ചകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ അയാൾ വിട്ടുകളയാ. പക്ഷെ മറ്റ് രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കൾ അത് ആലോചിക്കണം. ഞങ്ങളുടെ പാർട്ടി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 3-4 ദേശീയ പാർട്ടികളിൽ 3-4 ദേശീയ പാർട്ടികളിൽ കോൺഗ്രസിനാണ് ദേശീയ തലത്തിൽ ഉന്നതമായ സ്ഥലത്ത് നേതൃസ്ഥാനത്ത് സ്ത്രീകളിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. CPM-നോ BJP-ക്കോ ഏറ്റവും നേതൃസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവർക്കുണ്ട്. അവർ അമ്മയും മകളുമാണ്, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവർ കേരളവുമായി കണക്റ്റഡ് ആണ്. പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ MP ആണ്. ഈ സ്ത്രീകളിരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്രമാത്രം സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൂ കേസ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പോകാൻ പറ്റിയേക്കും. ഈ കെ മുരളീധരനും VK ശ്രീകണ്ഠനും സണ്ണി ജോസഫിനും VD സതീശനും KC വേണുഗോപാലിനും
ഒക്കെ പറ്റുമോ? കെ സി വേണുഗോപാലിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹർഷ, കെ സി വേണുഗോപാലിൻ്റെ ഭാര്യയാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഇത് കണ്ട് ഞെട്ടലുണ്ടായിട്ട് ഒളിച്ചു വെക്കാൻ പറ്റാത്ത വിധം ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിയ ആൾ കെ സി വേണുഗോപാലാണ്. അതായത് അദ്ദേഹത്തിന് നേർക്കുനേർ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സ്ത്രീകളുടെ വികാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഷോക്ക് അറിയാവുന്ന ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ തന്നെ ആ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ട് അതേക്കുറിച്ച് പരിഗണനയില്ലാതെ ഇയാളെ സംരക്ഷിക്കുന്നു. ഇയാളെ സംരക്ഷിക്കുന്നതിന് നമുക്ക് തെളിവൊന്നുമില്ല, ആളുകൾ പറഞ്ഞു കേട്ടാണ് ഞാൻ പറയുന്നത്. ഇയാളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ ഒരു പക്ഷേ പറ്റിയേക്കും. പക്ഷേ ഈ മറ്റ് നേതാക്കൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? വി ഡി സതീശന് മാത്രം, മറ്റെന്തൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ചോട്ടെ, വി ഡി സതീശന് മാത്രം അദ്ദേഹം വളരെ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് രാഷ്ട്രീയ ഒറ്റ കാര്യം കൂടി ഹർഷ പറയട്ടെ, നമ്മൾ ഇതിനാകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കാം. പി കെ കുഞ്ഞാലിക്കുട്ടി 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 8781 വോട്ടുകൾക്കാണ്. 8781 വോട്ടുകൾക്ക്. 2001 അതിന് തൊട്ട് തലേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് 26,105 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിനായിരുന്നു. 26,105 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചെടുത്ത് പിറ്റേ തെരഞ്ഞെടുപ്പിൽ 8,781 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. എങ്ങനത്തെ മണ്ഡലമായിരുന്നു അത്? എങ്ങനത്തെ മണ്ഡലമായിരുന്നു അത് എന്നറിയാമോ ഹർഷൻ? അതായത് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും UDF മാത്രം ജയിച്ച 1982, 87, 87, 91, 96, 2001 എല്ലാ തെരഞ്ഞെടുപ്പുകളും UDF മാത്രം ജയിച്ച കുറ്റിപ്പുറം എന്ന് പറയുന്ന UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അതിശക്തമായിട്ടുള്ള മണ്ഡലത്തിൽ 91, 96, 2001 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് കുഞ്ഞാലിക്കുട്ടി തന്നെയും ജയിച്ച 2001 ഈ പറയുന്ന 26,000 വോട്ടുകൾക്ക് ജയിച്ച ആ സ്ഥലത്ത്, UDFിൻ്റെ ഏറ്റവും ശക്തമായുള്ള സ്ഥലത്ത് 8,781 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി. എങ്ങനെയാണ് തോറ്റുപോയത്? എന്തായിരുന്നു അവിടെ കാരണം? ആളുകൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് ഇത് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമോ ഇല്ലയോ എന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സീറ്റ് തന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കാണുന്നത് അന്നും കുഞ്ഞാലിക്കുട്ടി അന്നും കുഞ്ഞാലിക്കുട്ടിക്ക് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഉള്ളതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടു നടക്കാൻ, പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ധാർമ്മികത, കുറ്റിപ്പുറം മണ്ഡലത്തിലെ മുസ്ലിം ലീഗുകാർ തന്നെയായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ധാർമ്മികത അദ്ദേഹത്തെ തോൽപ്പിച്ചു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അതിനുശേഷമുള്ള വിലയിരുത്തൽ കുഞ്ഞാലിക്കുട്ടി വളരെ മാന്യമായിട്ട് ഇന്ന് കണക്കാക്കാവുന്ന, അല്ലെങ്കിൽ മാന്യമായിട്ട് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആണല്ലോ വേണ്ടതെന്ന് പറയാവുന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹം പെരുമാറിയത്. എനിക്ക് ചില തെറ്റുകൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് രാഷ്ട്രീയമായിട്ട് കുറെ കൂടെ ജാഗ്രതയുള്ള തരത്തിലേക്ക് അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവായി മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറ്റിപ്പുറത്തെ ഈ തോൽവി കാണിച്ചു തന്നത് നിങ്ങളുടെ ഏറ്റവും ശക്തമായ സ്ഥലത്ത് പോലും നിങ്ങളുടെ ജനം പോലും നിങ്ങൾക്കെതിരെ നിൽക്കും അധാർമികത കാണിച്ചാൽ. ആ അധാർമികതയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന്. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്ക് അവർ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. അവർ പരാതി കൊടുക്കില്ല. കാരണം അവരിതെല്ലാം കാണുന്നുണ്ട്. ഏതോ തരത്തിൽ അവരെ ഇത്രയും കാലം നിശ്ശബ്ദയാക്കാൻ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇയാൾ പിന്നെയും രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവർ മനോവിഷമം ഉണ്ടാകുന്നു. രണ്ടാമത് വാർത്ത വരുന്നു. ഇതിവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വാർത്ത വരും. ഇതിനകത്ത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പാർട്ടിയാണിത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയാണെന്ന് കോൺഗ്രസ്സുകാരടക്കം ആലോചിക്കണം. രാഷ്ട്രീയത്തിൽ കടുത്ത ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം സ്വാഭാവികമാണ്. എന്നാൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ആദ്യ ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. പ്രായഭേദമില്ലാതെ ചെറുപ്പക്കാരികൾ മുതൽ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ വരെ ഇയാൾ ലൈംഗിക ഉദ്ദേശത്തോടെ ശല്യം ചെയ്തുകൊണ്ട് പുറകെ കൂടി എന്ന് KPCCക്ക് തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവന്ന വാർത്തകൾ. ലൈംഗിക ചൂഷണത്തിന് ശബ്ദിക്കുന്ന തെളിവുകൾ പൊതുസമൂഹത്തിന് ബോധ്യം വരും വിധം പുറത്തുവന്ന ഇയാളുടെ പ്രതിച്ഛായ പുതുക്കി പണിയാനും വെള്ളപൂശാനും PR ഏജൻസികൾ എത്ര ശ്രമിച്ചാലും വിജയിക്കില്ല. BD സതീശനെ വരെ തെരുവിളിച്ചൊതുക്കാനുള്ള സൈബർ ഗുണ്ടാ സംഘത്തെ ഇയാൾ പോറ്റുന്നുണ്ട് എന്നാണ് വിവരം. ഇരയെ കൊന്നുകളയും എന്ന് ഇയാൾ പറയുന്നത് ആരോപണമല്ല, കേരളം കേട്ടതാണ്. ഏതെല്ലാം വഴിയെ എത്രയെല്ലാം വെളുപ്പിച്ചാലും ആ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് എത്ര ശക്തമായി പരസ്പരം പോരാടിയാലും അവർക്കുള്ളിൽ അടിസ്ഥാനപരമായി നീതി, നന്മ തുടങ്ങിയ ബോധ്യങ്ങൾ ഉണ്ടാകും. അതാണ് കേരളത്തിൻ്റെ രീതി. അതൊന്നും ഇല്ലാത്തൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞതാണ്. ഈ തരം ഒരാളെ പേരിനൊരു സസ്പെൻഷൻ ചെയ്ത് പുറത്തു നിർത്തി എത്ര കാലം കോൺഗ്രസ് പാർട്ടിക്ക് ചുമക്കാനാകും?